പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 80-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെ നീ നിനക്കായി വളർത്തിയ തൈയെയും പരിപാലിക്കണമേ. ഒരു കർഷകൻ തന്റെ തോട്ടത്തിൽ അതീവ ശ്രദ്ധയോടെ ഒരു തൈ നട്ടുപിടിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ അവിടുത്തെ മഹത്വത്തിനായി ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതം വെറുമൊരു വെളിപ്പെടുത്തലല്ല, മറിച്ച് ദൈവത്തിന്റെ വലം കൈ നട്ടിട്ടുള്ള ഒരു പ്രത്യേക നിയോഗമാണ്. ലോകത്തിന്റെ കണ്ണിൽ നാം ചിലപ്പോൾ നിസ്സാരരായി തോന്നിയേക്കാം, എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം അമൂല്യരാണ്. ഇയ്യോബിനു ചുറ്റും ദൈവം തീർത്ത അദൃശ്യമായ വേലി പോലെ ശത്രുവിനോ പ്രതിസന്ധികൾക്കോ തകർക്കാൻ കഴിയാത്ത ഒരു സുരക്ഷ ദൈവം തന്റെ മക്കൾക്ക് ഉറപ്പു നൽകുന്നു. കാറ്റും മഴയും ഏൽക്കുമ്പോഴാണ് ഒരു വൃക്ഷം മണ്ണിലേക്ക് അതിന്റെ വേരുകളെ ആഴ്ത്തുന്നത് എന്നതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികളും രോഗങ്ങളും കഷ്ടങ്ങളും നമ്മെ തളർത്തുവാനുള്ളതല്ല, മറിച്ച് ദൈവത്തിലുള്ള ആശ്രയം ഇരട്ടിയാക്കി നമ്മെ ആത്മീയമായി വളർത്തുവാനാണ് കർത്താവ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. ശോധനകൾക്ക് ശേഷം ഇയ്യോബിനെ മുൻപത്തേക്കാൾ അധികമായി അനുഗ്രഹിച്ച ദൈവം താൻ നട്ടിട്ടുള്ള ഒരു തൈയെ ഉപേക്ഷിക്കില്ലെന്നും അവിടുന്ന് തുടങ്ങിയ നല്ല പ്രവൃത്തിയെ പൂർത്തീകരിക്കുമെന്നും നാം ഉറച്ച് വിശ്വസിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും പ്രവൃത്തിപഥത്തിൽ എത്തണമെങ്കിൽ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഈ പുതിയ പ്രഭാതത്തിൽ അവിടുത്തെ കരുതൽ നമ്മെ വഴി നടത്തട്ടെ. മൂക്കിൽ ശ്വാസമുള്ള കാലത്തോളം നിത്യത ലക്ഷ്യമാക്കി ഓടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും തന്റെ കൃപയാൽ നിറയ്ക്കട്ടെ. അതിനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.